അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, സ്നേഹമുള്ളവരെ, ചിലരുടെ നടത്തവും ഭാവവും അവരുടെ സമ്പത്തിൻ്റെ ഭാണ്ഡങ്ങളുടെ ആ വലിയ ഭാരവും വഹിച്ചുള്ള പോക്കും കാണുമ്പോൾ ഇവരാരും മരിക്കില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതാ ജനിച്ചവൻ മരണത്തിൻ്റെ വാതിൽ തുറക്കുന്നിടത്തേക്ക് നടന്നെടുക്കുന്നു. നിന്റെ കുഴിയിലേക്കാണ് നീ നടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ സാഹിത്യപരമായി വായിക്കുകൾക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ഓരോ നിമിഷവും ഏതൊക്കെ ആഹ്ലാദപൂരിതമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും നാളെ വരുന്നൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന് നടന്നു നീങ്ങുന്ന ചില കാര്യങ്ങളിൽ എന്ത്, എങ്ങനെ, എപ്രകാരമെന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ പൊടുന്നനവേ വന്നെന്നെ വാരിക്കോരി ഗ്രസിച്ച് ചുരുട്ടിക്കൂട്ടി കുഴിയിലിട്ട് മൂടുന്ന ഈ മണ്ണിലെ സകല പ്രാഭവങ്ങളോടും അധികാരങ്ങളോടും തൻ്റെ ധാർഷ്ട്യപൂർവമായ ചില തീരുമാനങ്ങളോടും തൻ്റെ കീഴിലുള്ളവരെ ചവിട്ടി അരച്ച് ആ അരച്ച ചോരയിൽ ഒരു പൊട്ട് തൊട്ടൊക്കെ നടക്കുന്ന ചില ഭാവങ്ങളുള്ള ആളുകൾ ചിന്തിക്കുന്നല്ല, നാളെ നിനക്കൊരു അന്ത്യമുണ്ട്. എല്ലാവരുടെയും ഘാതകനായി, എല്ലാവരുടെയും മരണത്തിൻ്റെ കൊലവിളി നടത്തുന്നവരും കരുതുക ഒരന്ത്യമുണ്ട്. തനിക്ക് ലഭിച്ചിരിക്കുന്ന സകലത്തിൽ നിന്നൊരു വലിയ കിണ്ണത്തിൽ നിന്ന് അപ്പനുരുട്ടുന്ന ഉരുള പോലെ തൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഹൃദയലാളിത്യത്തിൻ്റെയും ആത്മസൗഖ്യത്തിൻ്റെയും ശാരീരിക നൈർമല്യത്തിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഉരുളകൾ ഉരുട്ടി എന്ന് പറഞ്ഞിങ്ങനെ കുഞ്ഞിന് വാരി കൊടുക്കുന്ന അപ്പനെ പോലെ കൊടുക്കുന്ന, അറിയുന്ന, നാളെ എനിക്കൊരു അന്ത്യമുണ്ടെന്ന് കരുതി ചുവട് വയ്ക്കുന്ന ഒരു ഭാവം, മനസ്സ് രൂപീകരിച്ച് തുടങ്ങുന്നത് നല്ലതാണ് കേട്ടോ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.